എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1663 ദിവസത്തെ മലയാള പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ന് ലോക കാവ്യ ദിനമാണ്, കവിതാ ദിനമാണ്. അതിന്റെ യുനെസ്കോ 1999 മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. ഭാഷകളെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളത്, ഭാഷയുടെ പുരോഗതി പ്രോത്സാഹിപ്പിക്കുക, ഈ രണ്ട് ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത്. ആദ്യ കാവ്യം എന്ന നിലയ്ക്ക് ഭാരതത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മലയാളത്തിൽ പരിണിതപ്രജ്ഞരായ പ്രതിഭാസമ്പന്നരായ ധാരാളം എഴുത്തുകാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം, ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മാത്രവുമല്ല, ഹോമിയോപ്പതി ഡോക്ടർമാരെന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ കവികൾ തന്നെയാണ്. കാരണം വെച്ചാൽ സാമ്യം കൽപ്പിക്കാനുള്ള കഴിവ്. മഹാകവി കുമാരനാശാൻ പറഞ്ഞ പോലെ മദ്യം പൊട്ടി നുറങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്നീർ. അതായത് ബുദ്ധഭിക്ഷുവിന്റെ കയ്യിലേക്ക് വീഴുന്ന വെള്ളം ചിതറുമ്പോ കണ്ണാടി ചിതറുന്ന പോലെ, അപ്പൊ സാമ്യം, ഗോഡ് സം സോർട്ട് ഓഫ് സിമിലാരിറ്റി നമ്മൾ പറയും. ആ സിമിലാരിറ്റി കണ്ടെത്താനുള്ള ഒരു കവിയുടെ മനസ്സ് എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോ നമ്മുടെ പരിപാടി ഇന്ന് ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ഡോക്ടർ ഗോപകുമാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. കേൾക്കാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന പവർ കൂടുകയേ ഉള്ളൂ, വീണ്ടും വീണ്ടും കേട്ടാലും. നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓക്കെ, നന്ദി ഗോപകുമാർ ഡോക്ടറെ. ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് നമ്മുടെ പരിചിത മുഖമായ, സ്ഥിരമുഖമായ ഡോക്ടർ ഷൈലെ ആദരവ് ക്ഷണിക്കുന്നു. ഹലോ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ലോക കാവ്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകന് തന്നെയാണ്. നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത് കൊല്ലത്തിന്റെ ശ്രദ്ധേയനായ കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ സാറാണ്. അദ്ദേഹം ആഫ്രോ ഏഷ്യൻ യങ് റൈറ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ദേശീയ കവി സമ്മേളനത്തിൽ മലയാളത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോൾ പെരുമൺ ദുരന്തത്തിന്റെ വാർഷിക ദിനത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുകയും അദ്ദേഹത്തിന്റെ തന്നെ ഇഷ്ടമുടി കായൽ എന്നുള്ള കവിത അദ്ദേഹം വളരെ മനോഹരമായി ആലപിച്ച് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ, വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ വളരെ മനോഹാരിതയോടെ ഓർക്കുന്നുണ്ട്. എന്തായാലും കൊല്ലത്തിന്റെ ശ്രദ്ധേയനായ കവി കുരിപ്പുഴ ശ്രീകുമാർ സാറിനെ വളരെ ആദരപൂർവ്വം IFPHന് വേണ്ടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ ശ്രീകുമാർ മുഖത്തല സാറാണ്. അദ്ദേഹം ആൾ ഇന്ത്യ റേഡിയോ കൊച്ചി സ്റ്റേഷനിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു. അദ്ദേഹവും വളരെ പ്രശസ്തനായ ഒരു കവി കൂടിയാണ്.
ഏഴാം ചില്ലയിലെ വര എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സാഹിത്യ രചനയാണ്. ഡോക്ടർ ഇപ്പൊ തിരുവനന്തപുരത്താണ്. ഇപ്പൊ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് ആണ് ജോലി ചെയ്യുന്നത്. കൊച്ചിയിലായിരുന്നു. അദ്ദേഹം നേരത്തെയും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുരിപ്പുഴ ശ്രീകുമാർ സാർ എത്തിയിട്ടുണ്ട്. സാറിന്റെ ഇഷ്ടംപിടി കായൽ എന്നുള്ള കവിത വളരെ മനോഹരമായി സാറ് തന്നെ ആലോചിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. സാറിനെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഹോമിയോപ്പതിയിലെ തന്നെ ഒരു അംഗമായ ഡോക്ടർ മനു മഞ്ജിത്താണ്. അദ്ദേഹവും വളരെ മനോഹരമായി സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഒരു പാട്ട്, അദ്ദേഹത്തിന്റെ തന്നെ പാട്ട് ഒന്നുകൂടി ഒന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന രചനയായ ഷഫീഖിന്റെ ദുഃഖങ്ങൾ എന്നുള്ള ഫിലിമിലെ ഉല്ലാസ ഗായിക എന്നുള്ള ഒരു പാട്ട് ഞാൻ ഇപ്പോഴും കൂടി കേട്ടതേ ഉള്ളൂ. വളരെ മനോഹരമായി പാട്ടുകൾ എഴുതുന്ന അദ്ദേഹത്തെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ മടവൂർ സുരേന്ദ്രനാണ്. എൻ്റെ നാട്ടുകാരനും മടവൂർ എന്നുള്ള ഗ്രാമത്തിൽ എൻ്റെ വീട്ടിനടുത്താണ് മടവൂർ സുരേന്ദ്രന്റെ നാട്. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. ഒത്തിരി ദേശീയ സംസ്ഥാന അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ബാലസാഹിത്യകാരനാണ്, സിനിമാ ഗാന രചയിതാവും കൂടിയാണ്. അങ്ങനെയുള്ള മടവൂർ സുരേന്ദ്രനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ശ്രീമതി ഷൈന കൈരളിയാണ്. ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ മലയാളം വിഭാഗം അധ്യാപികയാണ്, കവയത്രിയാണ്. അതുപോലെ കുടിയിറക്കൽ എന്ന ഒരു കവിതാ സമാഹാരം ശ്രീമതി ഷൈന കൈരളി എഴുതിയിട്ടുണ്ട്. ഒരുപാട് അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ്. കൂടാതെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാറുണ്ട്. അങ്ങനെയുള്ള ശ്രീമതി ഷൈന കൈരളിയെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ ഡോക്ടർ ഷീബ റജികുമാറാണ്. നമ്മളോടൊപ്പം എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുകയും തീപ്പൊരി പ്രസംഗം, സാഹിത്യത്തിനെ കുറിച്ചൊക്കെ എന്താ അറിവും നമ്മുടെ പഴയ ഏത് സാഹിത്യകാരെ കുറിച്ചാണെങ്കിലും ഡോക്ടർക്കുള്ള അറിവ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു പ്രസംഗ രീതിയൊക്കെ തന്നെ ഇങ്ങനെ തിരതള്ളി വരുന്ന പ്രസംഗമാണ്, അറിവിന്റെ തിരതള്ളലാണ്. നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഷീബ റജികുമാർ ചീഫ് മെഡിക്കൽ ഓഫീസറായി കുളക്കട ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു. ശ്രീമതി ഡോക്ടർ ഷീബ റജികുമാറിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ സലീംകുമാർ ഡോക്ടർ നമ്മുടെ കുടുംബത്തിലെ IFPHലെ തന്നെ ഒരു അംഗമാണ്. ഇന്നലെ പറഞ്ഞു ഡോക്ടറുടെ കവിത എല്ലാവരും കേൾക്കണം. ഡോക്ടർ വളരെ പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് നമ്മളോട് ആ കവിത ചൊല്ലാൻ. അപ്പൊ അങ്ങനെ ഡോക്ടർ സലീംകുമാറിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രാർത്ഥനാ ഗാനം പാടിയ ഡോക്ടർ ഗോപകുമാർ, അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രോഗ്രാം, നമ്മുടെ പല തരം പ്രോഗ്രാമുകളും നമ്മുടെ സൂമിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജ് ഡോക്ടറെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കാനായി എത്തുന്നത് ഡോക്ടർ മറിയാമ്മ ജോൺ, റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. അവരെയും ഞാൻ വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പ്രേക്ഷകരായി എത്തിയിരിക്കുന്ന ബഹുമാന്യരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, സ്റ്റുഡൻസ് എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂമിന്റെ അണിയറ പ്രവർത്തകർ ഒത്തിരി പേരുണ്ട്. ഗണേഷ് ഡോക്ടർ ഉൾപ്പെടെ, ഹ്യൂബർട്ട് ഡോക്ടർ ഉൾപ്പെടെ. നാളെ ഈ പ്രോഗ്രാം നമ്മുടെ യൂട്യൂബ് വഴി എല്ലാവരും ഒരുപാട് പേര് കാണാനിരിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷൈല ഡോക്ടറെ. നമ്മൾ ഇനി ഉദ്ഘാടനം ആണ്. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ദേശാന്തരങ്ങൾ താണ്ടി പേര് എത്തിയ കുരിപ്പുഴ എന്ന ഗ്രാമത്തിൽ നിന്നും മലയാളി എവിടെ ഉണ്ട് അവിടെ എല്ലാം എത്തിയ കുരിപ്പുഴ ശ്രീകുമാർ സാറിനെ
ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം കവിത ചൊല്ലുന്ന എൻ്റെ എല്ലാ സഹകവികൾക്കും അഭിവാദ്യം. കേരളത്തിലെ ഹോമിയോ ഡോക്ടേഴ്സ് കവിതയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു കാര്യം സംഘടിപ്പിച്ചതിന് ആ സംഘടനയെ ഞാൻ അഭിനന്ദിക്കുന്നു. മലയാള കവിതയിൽ വളരെ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടായ ഘട്ടത്തിലാണ് ഈ ലോക കവിതാ ദിനം വന്നിരിക്കുന്നത്. ഒരു 4 പ്രധാനപ്പെട്ട മാറ്റങ്ങളെങ്കിലും മലയാള കവിതയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം നടന്നത് ഈ വനിതകളുടെ വലിയ മുന്നേറ്റമാണ്. ഒരു കാലത്ത് വനിതകളാരും തന്നെ എഴുതാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്ന, നിർബന്ധിച്ചിരുന്ന ഒരു നാടാണ് കേരളം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഈ കന്നഡത്തിലും തമിഴിൽ എഴുത്തമ്മമാരുണ്ട്, നമുക്ക് എഴുത്തമ്മയില്ല, എഴുത്തച്ഛനേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. എഴുത്തമ്മ ഇല്ലാത്തൊരു ഭാഷയാണ് മലയാളം. എഴുതരുതെന്ന് അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പുതിയ സയൻസിന്റെ ഒരു സഹായത്തോട് കൂടി മൊബൈൽ ഫോണിലൂടെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം പോസ്റ്റ് ചെയ്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലായിരുന്നു. ഇന്ന് മലയാള കവിതയെ നയിക്കുന്നത് വാസ്തവത്തിൽ മലയാള കവിതയുടെ വാഹക വനിതകളാണ്, സ്ത്രീകളാണ്. ഇത് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വേറെന്നുള്ളത് ഈ ദളിത് ചിന്തകളുടെ ഒരു മുന്നേറ്റം മലയാള കവിതയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദളിത് വിഭാഗങ്ങളിൽ നിന്നും തന്നെ വരുന്ന കവികൾ ധാരാളമായിട്ട് എഴുതിയിരിക്കുന്നു. അവരൊക്കെ നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളിലും അവരുടെ കവിതകളൊക്കെ പഠിപ്പിക്കാനുണ്ട്. ആ രീതിയിൽ വളരെ വലിയൊരു മുന്നേറ്റം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത് ബൃഹദാഖ്യാനങ്ങൾ മലയാളി വേണമെന്നില്ല. നീണ്ട കവിതകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകൂ. അതേസമയം ചെറിയ കവിതകൾക്ക് വളരെയധികം വായനക്കാരുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന സാഹിത്യ രൂപം കവിതയാണ്. പുസ്തകമായിട്ട് വായിക്കുന്നത് നോവലാണ്. അതേസമയം ദിനം പ്രതി കൂടുതൽ ആളുകൾ വായിക്കുന്നത് കവിതയാണ്. എങ്ങനെ ഞാൻ പറയുന്നതിന് പിൻബലം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ 14 വർഷമായിട്ട് ഫേസ്ബുക്കിൽ കോളം ചെയ്യുന്നുണ്ട് ഇന്ന് വായിച്ച കവിത എന്ന് പറയുന്നത്. എൻ്റെ മുമ്പിൽ വരുന്ന വീക്കിലികളിലൂടെയോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയോ ഒക്കെ എൻ്റെ മുമ്പിൽ വരുന്ന കവിതകളിൽ നിന്നും എനിക്ക് എന്തെങ്കിലും സ്പാർക്ക് തോന്നുന്ന ഒരു കവിത ഞാൻ തിരഞ്ഞെടുക്കുകയും അത് ഈ ഫേസ്ബുക്കിൽ രാവിലെ 5 മണിക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് വളരെയധികം ആളുകൾ, 200-ലധികം ആളുകൾ, പല സമയങ്ങളിൽ 800-ലധികം ആളുകൾ വരെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അയ്യപ്പണികളുടെ കവിതയൊക്കെ, ഈ മരിച്ചുപോയവരുടെ കവിതയെ ഞാൻ തന്നെ ചൊല്ലി അവതരിപ്പിക്കുകയാണ്. അവർക്ക് ഇനി വന്ന കവിതയെല്ലാം സാധിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ കവിത ചൊല്ലി അവതരിപ്പിക്കുകയാണ്. മരണമടഞ്ഞ വേർപെട്ടു പോയ കവികളുടെ കവിതകൾ. അത് അയ്യപ്പണികളുടെ കവിതകൾ ചൊല്ലിയത് 4000-ലധികം ആളുകളാണ് ലൈക്ക് ചെയ്തത് മാത്രം. അല്ലാതെ എത്രയോ ആൾക്കാർ കണ്ടവരുടെ എണ്ണം എടുത്തു നോക്കിയാൽ വളരെ വളരെ ലക്ഷത്തിന് പുറത്ത് വരുന്ന ഒരു കാണികളാണ് കവിതയ്ക്ക് ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബൃഹദാഖ്യാനങ്ങൾ ആരും വായിക്കുന്നില്ല. നീണ്ട കവിതകൾ ഫേസ്ബുക്കിൽ ആരും വായിക്കുന്നില്ല, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആരും വായിക്കുന്നില്ല എന്നതാണ്. വേറെന്നുള്ളത്, വള്ളത്തോളും കുമാരനാശാനും ഉള്ളൂരും ഒക്കെ അവലംബിച്ചിരുന്ന ഭക്തിയുടേതായ ഒരു മാർഗമുണ്ട്. ഭക്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭക്തിയും വിഭക്തിയും എന്ന കവിതയിലായാലും ചന്ദ്രനേറിയ പൂവിലും എന്ന കവിതയിലായാലും വേഷം എനിക്ക് എന്തെന്ന വിധിപ്പത് വിഭവഭാവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്യുന്നത് വിജയനം കൃത്യം എന്നൊക്കെ പറയുന്ന കവിതയിലായാലും ഈ ദൈവത്തിന്റെ ഒരു അധീശത്വത്തെ അഭിവാദ്യം ചെയ്യുന്ന ഒരു രീതി പുതിയ കവിക്കാനില്ല. ഈ കോവിഡ് കാലത്ത് പോലും ഒരു കവി പോലും ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഒരു കവിത എഴുതിയിട്ടില്ല. അതിന് വരെ അവർ സയൻസ് തന്ന മാർഗമാണ് സ്വീകരിക്കുന്നത്. ഒരു കൊണ്ട് തുണിയും ഒരു കഷ്ണം സോപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന സയൻസിന്റെ മാർഗമാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ പഴയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളുടെ, ദൈവവിശ്വാസങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ ഒരു നിരാകരണം പുതിയ കവിതയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ മലയാള കവിതയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നത്. എനിക്ക് നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് ദീർഘനേരം ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല.
എല്ലാവരുടെയും കവിത കേട്ടിട്ടാണ് സാധാരണ രീതിയിൽ കവിസമ്മേളനത്തിന് ഞാൻ പോകാറുള്ളത്. ഏറ്റവും അവസാനം ഞാനും മൈക്രോഗ്രാഫർ മാത്രമേ മിക്കവാറും അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെയുള്ളൊരു ശ്രദ്ധ ഞാൻ തീർച്ചയായിട്ടും എല്ലാ കവികൾക്കും നൽകാറുണ്ട്. എന്നെനിക്ക് കഴിയുന്നില്ല. ഞാൻ കവിത വായിച്ചിട്ട് പോയി ശ്രമിക്കേണ്ടതായിട്ടുള്ള ശാരീരികാവസ്ഥയുണ്ട്. അതുകൊണ്ട് ദയവേത് ക്ഷമിക്കണം. ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒറ്റ ഡോക്ടർ എന്ന ഒരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. വന്നു പോകുന്നു ജീവിത രോഗികൾ, എന്നും ഈ ഭൂമി ആശുപത്രി. സൂര്യവണ്ടി വെയിൽപ്പാളമേറി വന്ന് ആതുരാലയം കണ്ടു പിൻവാങ്ങുന്നു. താരവും വ്രണപ്പാടുള്ള ചന്ദ്രനും ദൂരെ എത്തിപ്പകച്ച് അസ്തമിക്കുന്നു. മേഘരാക്ഷസർ ഉള്ളുന്ന വാതക പാഴ്മരങ്ങൾ ചുമന്ന് എത്തി നോക്കുന്നു. ദൃശ്യം മഹാരോഗശാലതൻ മുള്ളുവേലി മുറിഞ്ഞിരിക്കുന്നു. വന്നു പോകുന്നു ജീവിത രോഗികൾ, എന്നും ഈ ഭൂമി ആശുപത്രി. സ്നേഹ സാന്നിധ്യമില്ലാത്ത രാത്രികൾ ചൂളകൂട്ടി തുറിച്ചു നിൽക്കുമ്പോഴും തീ വിഴുങ്ങി മരിക്കാതിരിക്കുവാൻ ബീരുവിൻ തൊപ്പി തുന്നിച്ച് ചാർത്തുന്നതേതു നട്ടുച്ച. ജന്മാന്തര സ്വപ്ന വ്യാകുലാശങ്കയുണ്ണാൻ ക്ഷണിക്കുന്നതേതു വേദം. സ്മൃതിക്കിണർ കാണാതെ പോകുവാൻ ചൂണ്ടി നിന്ന് ക്ഷോഭിക്കുന്നതേതു വൃക്ഷം. ഒന്നു മാത്രം മനസ്സിലാകാറുണ്ട്, കണ്ണിലുണ്ടതിനുത്തരം സുസ്ഥിരം. വന്നു പോകുന്നു ജീവിത രോഗികൾ, എന്നും ഈ ഭൂമി ആശുപത്രി. ഹൃത്തിനാണ് കുഴപ്പം, ചികിത്സയ്ക്കും അപ്പുറം എന്ന് കണ്ടു ചൊല്ലുന്ന ഒരാൾ. കാലിനാണെന്ന് വേറൊരാൾ, കാണാത്ത വാലിനാണെന്ന് വേറൊരാൾ. കാലിനാണെന്ന് മറ്റൊരാൾ, കാണാത്ത വാലിനാണെന്ന് വേറൊരാൾ. രോഗങ്ങൾ തൊട്ടുകാട്ടിയോർ ചിത്തഭ്രമത്തിന്റെ തൊട്ടിലിൽ എന്ന് നാലാമതായ ഒരാൾ. വൃക്കയില്ലെന്ന് പുസ്തകം, നട്ടെല്ല് പൊട്ടി എന്ന് കമ്പ്യൂട്ടർ. മരുന്നിനി ക്രിസ്തു മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുമെന്ന് ഉഷ്ണരോഗം കടിച്ച പുരോഹിതൻ. ഏതു വ്യാധി എന്തൗഷധം, അജ്ഞാത നോവ് നീക്കുവാൻ ഏതു ശസ്ത്രക്രിയ. ഏതു നാട്ടിൽ നിന്നെത്തും വിഷഗ്വരൻ, കൂടെ ഏതു ശുശ്രൂഷക ദേവത. ഒന്നു മാത്രമേ സത്യം, പ്രതിവിധിയൊന്നുമില്ലാത്ത രോഗമീ ജീവിതം. ജന്മനാ രോഗബാധിതരാണ് ഏതു വന്യജീവിയും സസ്യവും പുഷ്പവും. വന്നു പോകുന്നു ജീവികൾ, ഭൂമി ആശുപത്രി. അർബുദപ്പുകയുറ്റി കുടിച്ചു ഞാൻ ഹുക്കയിന്നുപേക്ഷിച്ചു. പുറത്തേക്ക് ചുട്ടെറിഞ്ഞ ചുമയ്ക്കും കഫത്തിനും വർത്തമാന വൈറസിന്റെ ചുംബനം. സ്വപ്നമെല്ലാം വസൂരി കിടക്കയിൽ മുട്ടുകുപ്പായമിട്ട് ഒടുങ്ങുമ്പോഴും പ്ലേഗു ബാധിച്ച പ്രേമത്തിന് എൻ ജീർണ വാഹനത്തിൽ ഇരിപ്പിടം നൽകി ഞാൻ. വിഭ്രമങ്ങളെ കാവൽ നിർത്തി ജീവരക്തമിറ്റിച്ചു ചുണ്ടിൽ പൊടുന്നനെ ഞെട്ടി ഞെട്ടറ്റു വീഴുന്നു പ്രേമവും ഹർഷകാല പ്രതീക്ഷയും പ്രീതിയും. ദുഃഖിതർക്ക് മലമ്പനിക്കൂരയിൽ സജ്ജമാക്കിയിട്ടുണ്ട് മുൾമെത്തകൾ. ചെന്നിരിക്കാം കിടക്കാം മനുഷ്യന്റെ ജന്മമെന്നും നിഗൂഢ രോഗങ്ങളിൽ. ഹിന്ദിയും പാനുമൊപ്പം ചവച്ച് ആര്യസന്ധ്യനാമം ചുഴറ്റി മറ്റുള്ളോന്റെ കണ്ണിലേക്കു തുപ്പുന്ന പിശാചിനും അന്യനും ഒറ്റ വാസ്തവം നിശ്ചിതം. വന്നു പോകുന്നു ജീവിത രോഗികൾ, എന്നും ഈ ഭൂമി ആശുപത്രി. ഒറ്റ ഡോക്ടർ പ്രസിദ്ധൻ വിചക്ഷണൻ, വർഗകാല വൈജാത്യമില്ലാത്തവൻ. ഒറ്റയാൻ ഏതു നേരത്തും എത്തുവോൻ, മൃത്യുവെന്ന മൃത്യുഞ്ജയൻ രക്ഷകൻ. അല്പശാന്തിക്ക് ചോരയിൽ തൂകുവാൻ ഇത്തിരി സ്നേഹമുണ്ടോ സിറിഞ്ചിൽ. അല്പശാന്തിക്ക് ചോരയിൽ തൂകുവാൻ
ഇത്തിരി സ്നേഹമുണ്ടോ സിറിഞ്ചിൽ. വളരെ നന്നായിട്ട് സാറ്, കാരണം സാഹചര്യങ്ങളോട് വളരെയധികം പൊരുത്തപ്പെടുന്നു എന്നുള്ളത് തന്നെ ഒരു കവിയുടെ വിജയം. അത് തന്നെയാണ് വാഗർത്ത പ്രതിപത്തെ, വാക്കും പ്രവൃത്തിയും പോലെ അല്ലെ സാഹചര്യം വഴി വളരെയധികം യോജിച്ച ഒരു കവിതയാണ് അങ്ങ് ചൊല്ലിയത്. ഹോമിയോപ്പതി അങ്ങ് പറയുന്ന പോലെ ഓരോന്നായിട്ടുള്ള ഒന്നായിട്ട് തന്നെ കാണുന്ന, ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ട് ഉണ്ടാവാത്ത സിസ്റ്റമാണ് ഹോമിയോപ്പതി. വളരെ നന്ദി സാർ, വളരെ സുജലമായി സംസാരിച്ചതിന്, ഉദ്ഘാടനം ചെയ്യുന്ന നന്ദി പറയുന്നു. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം, കവിയരങ്ങിലേക്ക്. ആദ്യമായിട്ട് നമ്മുടെ ആകാശവാണിയുടെ അഭിമാനമായ ശ്രീകുമാർ, മറ്റൊരു കൊല്ലം സ്വദേശിയാണ്, ശ്രീകുമാർ മോത്തല സാറിനെ ആദരവോടെ ക്ഷണിക്കും. സാർ. സാർ അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടാണേ. ഒരു മൈക്ക് സിമ്പൽ ഉണ്ട് സാർ ഫോണിന്റെ താഴെയായിട്ട്. നെറ്റ് പ്രോബ്ലം ഉണ്ടോ സാറേ? ആ, റെഡിയായി സാർ, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഈ ലോക കാവ്യദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീകുമാർ ഏട്ടൻ്റെ കൂടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വളരെ എൻ്റെ കൗമാരകാലം കഴിയുമ്പോഴേക്ക് തന്നെ വളരെ ശ്രദ്ധേയനായ കവിയായി അറിയപ്പെട്ടിരുന്ന ശ്രീകുമാർ ഏട്ടൻ എല്ലാ കാലത്തും പുതിയ എഴുത്തുകാർ ആരായാലും, ഇക്കാലത്തും അത് തന്നെയാണ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ പുതിയൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ വളരെ ചെറിയ പ്രായത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലും ഒരു കവിത പ്രസിദ്ധീകരിച്ചൊക്കെ വരികയാണെങ്കിൽ ചേട്ടൻ അത് കണ്ടു എന്നെ അറിയിക്കുകയും അത് ആസ്വദിച്ചു എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ചേട്ടനെ അല്ലെങ്കിൽ തന്നെ വലിയൊരു മാതൃകയാണ്. മലയാളത്തിൽ ചേട്ടനെ ഇരുത്തിക്കൊണ്ട് ചേട്ടനെ പ്രശംസിച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശംസിക്കാം. നേട്ടമുള്ളപ്പോഴാണ് പ്രശംസിച്ചു കൂടാത്തത്. കവിതയിൽ സ്വാഭാവികമായിട്ട് മലയാളത്തിൽ വളർച്ചയുള്ള കവികൾ വളരെ ചുരുക്കമാണ്. ചിലരൊക്കെ നിന്നയിടത്ത് നിൽക്കും, ചിലർ ഉയർന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ തന്നെ നിൽക്കും. ആ നിലവാരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങാതിരിക്കും, ചിലർ താഴോട്ട് ഇറങ്ങുകയും ചെയ്യും. പക്ഷെ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന് സ്വാഭാവികമായിട്ട് കവിതയിൽ ജൈവമായ ഒരു വളർച്ചയുള്ള കവിയാണ് എന്നുള്ളത് വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെയും കൊല്ലം കവികൾക്ക്, ആളുകൾ പറയാ കൊല്ലത്തുകാർക്ക് ഒരു ആർദ്രതയില്ലാത്ത ആളുകളാണ്, തീരെ കൊള്ളരുതാത്തവരാണെന്നൊക്കെ പറയും. പക്ഷെ കൊല്ലത്ത് എത്രയാണ് മലയാളത്തിന്റെ ഗതി തിരിച്ചുവിട്ട കവികൾ, എത്ര പേരാണ് കൊല്ലത്തുള്ളത്. അതുകൊണ്ട് കവികൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണ് തന്നെയാണ് കൊല്ലം. ഇന്നത്തെ ഈ ദിവസം എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായൊരു ദിവസമാണ്. അപ്പോൾ ഹോമിയോ അതിൽ ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ സമ്പൂർണ്ണമായി കാണാൻ ശ്രമിക്കുന്ന ചികിത്സാ പദ്ധതിയാണ്. ധാരാളമായിട്ട് എതിർപ്പുകൾ നേരിടുന്നു. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ധാരാളം സ്ഥലത്ത് നിന്ന് എതിർപ്പുകൾ നേരിടുകയും കവിത പോലെ തന്നെ അവ്യക്തമാണ് അതെന്ന് അതിനെക്കുറിച്ച് പറയുകയും, നമ്മൾ അന്വേഷിച്ചാൽ അന്തം കിട്ടാത്തതാണ് കവിത കേട്ടോ. ഒരു സ്ഥലത്ത് അന്വേഷിച്ചാൽ അന്തം കിട്ടില്ല. അനന്തതയുടെ വർഗ്ഗമൂലം കാണാൻ ശ്രമിക്കുന്നത് പോലെയാണ് എന്ന് പറയും. ഇങ്ങനെ അനേക വൈവിധ്യമുള്ള, കണ്ടെത്താൻ പ്രയാസമുള്ള, എന്താണ് ആസ്വദിച്ചാൽ നിങ്ങളിൽ അവശേഷിക്കുന്നത് എന്താണോ അതാണ് കവിത. ആ അവശേഷിക്കുന്നത് സ്നേഹമാണെങ്കിൽ കവിത വിജയിച്ചു എന്നും, അത് സ്നേഹമല്ലെങ്കിൽ ആ കവിത പരാജയപ്പെട്ടു എന്നും വേണം കരുതാൻ. എൻ്റെ ഈ കവിതയുടെ പേര് ഒറ്റ എന്നാണ്. എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായി ഒരു അനുഭവമാണ്. അപ്പൊ ഞാനത് അനുഭവിച്ച കാലം വളരെ പഴയതാണ്. ഞാനൊരു 10-12 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 9-10 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോഴുള്ള ഒരു അനുഭവത്തെ കുറിച്ചാണ് ഈ കവിത. ഇതിലുമുണ്ട് ഒരാശുപത്രി. നമുക്ക് കേൾക്കാം. ഒറ്റ. ഇരവിന്റെ അഗാധയാമമായി ഒടുവിൽ കാറ്റുമടങ്ങി നിദ്രയായി, നിറമറ്റൊരു ചന്ദ്രലേഖയും പുലരാതെ പൊലിഞ്ഞു പോകയായി. ഇതു പണ്ടൊരു രാത്രിയാകയാൽ അതിയായൊരു മങ്ങലുണ്ടിതിൽ, ഗതികെട്ടൊരു പാവമച്ഛനും മകനും കാൺമിതൊരാശുപത്രിയിൽ. മകനെന്നാൽ ചെറിയൊരു കുട്ടി ഇക്കഥയൊട്ടും തിരിയാത്ത മാതിരി, അവിടുത്തെ വരാന്തയിൽ പലർ മരുവുന്നത് നോക്കി നിൽക്കയാം. തടിയിൽ പല ചാരുബെഞ്ചുകൾ, അതിലെല്ലാം ചിരിയറ്റ മാനുഷർ,
അതു കാൺകെ അശാന്തമാനസൻ ചെറുകുട്ടിക്ക് മനസ്സടഞ്ഞുപോയി. അകമേ അമ്മ കിടക്കയാൽ അവൻ പുറമേ ഖിന്നത പൂണ്ടു നിൽക്കയാം. ഒരു വാവ വരേണ്ടതുണ്ടതിൽ കരുതാനുണ്ടവനേറെ സംഗതി. അകമേ അമ്മ കിടക്കയാൽ അവൻ പുറമേ ഖിന്നത പൂണ്ടു നിൽക്കയാം. ഒരു വാവ വരേണ്ടതുണ്ടതിൽ കരുതാനുണ്ടവനേറെ സംഗതി. അനുജന്മതിയെന്നവൻ ഹൃദി പലവട്ടം നിനവാണ്ടുവെങ്കിലും അനുജത്തി വരുമ്പോഴുള്ളൊരാ കനിവിന്റെ കിനാവിൽ വീഴുകയായി. കറയറ്റ നിശബ്ദ കാളിമയ്ക്കടിയിൽപ്പെട്ടതുപോലെ ചുറ്റിലും മതിയറ്റ മനുഷ്യർ നിശ്ചലം വിധിയെക്കാത്തു വിഷാദമഗ്നരായി അലിപറ്റ പരുത്ത ബെഞ്ചിലെ പടിയിന്മേൽ തലചായ്ച്ചുറക്കമായി. അവൻ അച്ഛനെ ഒന്നു തൊട്ടുടൻ കനിവാർന്നച്ഛൻ അവന്റെ നെറ്റിയിൽ വിരൽ കൊണ്ടു തലോടി മെല്ലവേ അവനോ പൊള്ളലറിഞ്ഞു കൈകളിൽ. അവിടുത്തെ നെടും വരാന്തയിൽ ഇരുളാൽ കർട്ടനിടാത്ത മൂലയിൽ മിഴി താഴ്ത്തി മുനിഞ്ഞു നിൽപ്പതായി തിരുരൂപത്തെ മറന്നിതാളുകൾ. അടയുന്ന മുറിക്കകത്തു പോയി അറിയണം പലവട്ടമോർത്തവൻ അവിടെ അമ്മ കിടപ്പതെങ്ങനെ പുതുതായി കുട്ടി പിറന്ന ശേഷവും. അടയുന്ന മുറിക്കകത്തു പോയി അറിയണം പലവട്ടമോർത്തവൻ അവിടെ അമ്മ കിടപ്പതെങ്ങനെ പുതുതായി കുട്ടി പിറന്ന ശേഷവും. ഇതുമട്ടിൽ അവൻ നിനയ്ക്കവേ തനി വെള്ളത്തുകിലാർന്ന പെണ്ണൊരാൾ ചിരിയൊട്ടും വിരിയാത്ത ചുണ്ടുമായി പുറമേക്കെത്തി വിളിച്ചിതച്ഛനെ. അവൻ ഓടി അടുത്തു ചെല്ലവേ ഒരു വാക്കിൽ കഥ തീർന്നു പോകയായി. ചിലതിങ്ങനെ ഒറ്റ വാക്കിലാണ് അറിയേണ്ടതു പിന്നെയോർത്തവൻ. അവനോടി അടുത്തു ചെല്ലവേ ഒരു വാക്കിൽ കഥ തീർന്നു പോകയായി. ചിലതിങ്ങനെ ഒറ്റ വാക്കിലാണ് അറിയേണ്ടതു പിന്നെയോർത്തവൻ. ഒരു നീണ്ട തുരങ്കം അച്ഛനും മകനും മാത്രം ഇരുട്ടിൽ നിൽക്കയായി. വഴിതെറ്റിയ യാത്രികർ കൊടും മരുഭൂവിന്റെ അകത്തുപെട്ട പോൽ. ഇരുകൈകളിൽ വീണുടഞ്ഞു പോം ഒരു പാത്രം കരുതുന്ന പോലവേ തുണി കൊണ്ടു പൊതിഞ്ഞ വസ്തുവേ ഇരുകൈകളിൽ അച്ഛനേൽക്കയായി. ഇരുകൈകളിൽ വീണുടഞ്ഞു പോം ഒരു പാത്രം കരുതുന്ന പോലവേ തുണി കൊണ്ടു പൊതിഞ്ഞ വസ്തുവേ ഇരുകൈകളിൽ അച്ഛനേൽക്കയായി. ചെറുതാമൊച്ചകൾ ചുറ്റിലും മനം മറയുമ്പോൾ അശരീരി പോലവേ അറിവറ്റതു കേട്ടു നിന്നവൻ മുറിവിന്മേൽ വിരൽ കൊണ്ടു തൊട്ട പോൽ. അവൾ പോയി ചിലമ്പി അച്ഛനും വെളിവൊന്നാകെ മറഞ്ഞിതെന്നിലും. ഒരു തേങ്ങൽ പുറപ്പെടാതെ വന്നുരുവായ എന്റെ കുരുന്നു നെഞ്ചിലും. പുലരിക്കെന്തൊരു മങ്ങലിപ്പോഴും ഇരുപേർ ഞങ്ങൾ ശ്മശാന ഭൂമിയിൽ. മഴ പെയ്യുന്നു മതിച്ച കാറ്റുകൾ ഇഴകീറുന്നു സമസ്ത ലോകവും. ചെറുതാമൊരു മണ്ണടുക്കിലേക്ക് അവൾ മാഞ്ഞെന്നു പറഞ്ഞു കാക്കകൾ. അവർ പെയ്ത്തിലുമന്നമായി വരും ചിതറുന്നോരരി തേടി വന്നവർ. ചെറുതാമൊരു മണ്ണടുക്കിലേക്ക് അവൾ മാഞ്ഞെന്നു പറഞ്ഞു കാക്കകൾ. അവർ പെയ്ത്തിലുമന്നമായി വരും ചിതറുന്നോരരി തേടി വന്നവർ. പതറുന്നു നടപ്പിൽ അച്ഛനും വിരലിൽ തൂങ്ങി നടക്കയാണു ഞാൻ. ഇരുളേറ്റ പ്രകാശമാകയാൽ വഴി ഞങ്ങൾക്കറിയില്ല എങ്കിലും. കനലുണ്ടു കെടാതെ എപ്പോഴും ചുവടൂന്നുന്ന പിറന്നിടങ്ങളിൽ. മഴമെല്ലെ ഒടുങ്ങി ഞാനിതാ പിടി കൈവിട്ടു നടന്നു പോകയായി. വഴിയെങ്ങും വിജനം വിമൂകമിക്കഥയിൽ ഞാൻ തുണയറ്റ യാത്രികൻ. മഴമെല്ലെ ഒടുങ്ങി ഞാനിതാ പിടി കൈവിട്ടു നടന്നു പോകയായി. വഴിയെങ്ങും വിജനം വിമൂകം ഇക്കഥയിൽ ഞാൻ തുണയറ്റ യാത്രികൻ. നമസ്കാരം. വളരെ നന്നായിട്ട് സാർ. ഇല്ല ഭൂവർഷം വിഷാദം കിടന്നല തള്ളുന്ന പൈതലിൻ കണ്ണുനീരെന്നി എന്ന് ശങ്കരകുറുപ്പിന്റെ കവിത വായിച്ച് ഓർമ്മയുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മിക്കുന്നു. കോഹിനൂർ രത്നം പോലെ നാൾക്ക് നാൾ അങ്ങ് നിറം വെക്കും, ഒരു സംശയവുമില്ല. ഈ ഏപ്രിൽ റിട്ടയർ ആവുന്നു. അത് കഴിഞ്ഞ് ഒരു വലിയ കവിയെ നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാം. വളരെ നന്ദി സാർ. അടുത്തതായിട്ട് നമ്മുടെ ആദരണീയനായ ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീ മനു മഞ്ജിത്തിന്റെ ഊഴമാണ്. അദ്ദേഹം നമ്മളോട് ജോയിൻ ചെയ്തിട്ട്, പക്ഷേ മനു മഞ്ജിത്തിന്റെ കവിത അവതരിപ്പിക്കാൻ ഡോക്ടർ ബിന്ദുരാജ് ക്ഷണിക്കുന്നു. ഡോക്ടർ ബിന്ദുരാജ്.
തിരുവാവണി രാവ് മനസ്സാകെ മനസ്സിൽ നിലാവ് കോറിയിട്ട കവിയാണ്. മാറ്റിച്ചവിട്ടാൻ അനുവാദമുള്ള രാജാവിനേക്കാൾ ദൂരവും ദിശയും മന്ത്രിക്ക് കൂടിയത് എങ്ങനെയാണ്? ഇന്നത്തെ ഈ ഒരു കവിയരങ്ങിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനു മഞ്ജിത്ത്. ഇന്നത്തെ ഈ ഒരു കവിയരങ്ങിൽ ലൈവായിട്ട് നേരിട്ട് തന്നെ എത്തണം എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഒരു കവിതയുടെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം. ഒരു ചെറിയ കവിത, ചെസ് എന്നാണ് കവിതയുടെ പേര്. ചെസ്. ഇത്രയും വലിയ ആനയോട് ആരാണ് കോണോട് കോൺ മാത്രം പോകാൻ കൽപ്പിച്ചത്? ഇത്രയും വലിയ ആനയോട് ആരാണ് കോണോട് കോൺ മാത്രം പോകാൻ കൽപ്പിച്ചത്? രാജാവിനും മന്ത്രിക്കും മേലെ ചാടാൻ എവിടെ നിന്നാണ് കുതിരയ്ക്ക് ധൈര്യം സിദ്ധിച്ചത്? രാജാവിനും മന്ത്രിക്കും മേലെ ചാടാൻ എവിടെ നിന്നാണ് കുതിരയ്ക്ക് ധൈര്യം സിദ്ധിച്ചത്? കുതിച്ചു പായേണ്ട തേരിനെ എന്തിനാണ് ഒരു മൂലയ്ക്ക് തളച്ചത്? കുതിച്ചു പായേണ്ട തേരിനെ എന്തിനാണ് ഒരു മൂലയ്ക്ക് തളച്ചത്? മരണം മുന്നിൽ നിന്ന് വാളോങ്ങുമ്പോഴും ഒറ്റക്കളം മാത്രം മാറ്റിച്ചവിട്ടാൻ അനുവാദമുള്ള രാജാവിനേക്കാൾ ദൂരവും ദിശയും മന്ത്രിക്ക് കൂടിയത് എങ്ങനെയാണ്? മരണം മുന്നിൽ നിന്ന് വാളോങ്ങുമ്പോഴും ഒറ്റക്കളം മാത്രം മാറ്റിച്ചവിട്ടാൻ അനുവാദമുള്ള രാജാവിനേക്കാൾ ദൂരവും ദിശയും മന്ത്രിക്ക് കൂടിയത് എങ്ങനെയാണ്? രാവും പകലും ഇടവിട്ട് തുന്നിച്ചേർത്ത കടത്തിൽ ഉത്തരം കിട്ടാതെ കിതയ്ക്കുന്നു ഞാനെന്ന കാലാൾ. രാവും പകലും ഇടവിട്ട് തുന്നിച്ചേർത്ത കടത്തിൽ ഉത്തരം കിട്ടാതെ കിതയ്ക്കുന്നു ഞാനെന്ന കാലാൾ. വെട്ടി വീഴ്ത്താൻ ഇരയെ കിട്ടിയാൽ മനസ്സ് തെറ്റി വഴിമാറ്റുന്ന പാവം കാലാൾ. വെട്ടി വീഴ്ത്താൻ ഇരയെ കിട്ടിയാൽ മനസ്സ് തെറ്റി വഴിമാറ്റുന്ന പാവം കാലാൾ. പാത്തും പതുങ്ങിയും നിരങ്ങുകയാണ് ആയുസ്സിനറ്റത്തേക്ക്. പാത്തും പതുങ്ങിയും നിരങ്ങുകയാണ് ആയുസ്സിനറ്റത്തേക്ക്. ചതുരങ്ങൾക്കപ്പുറത്തേക്ക് ഒരു മന്ത്രിയായി പുനർജനിക്കുന്നതും കിനാക്കണ്ട്. ചതുരങ്ങൾക്കപ്പുറത്തേക്ക് ഒരു മന്ത്രിയായി പുനർജനിക്കുന്നതും കിനാക്കണ്ട്. താങ്ക് യു. നന്ദി. വളരെ നന്നായിട്ടുണ്ട്. അതായത് നമ്മളൊരു കിനാവ് കാണുന്നുണ്ട്, ഒരു ഭാവിയിൽ ഒരു വയലാറായി ശ്രീമാൻ മനു മഞ്ജിത്ത് മാറുന്നു എന്ന കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും സന്തോഷം. അടുത്തതായി നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ബാല്യകാല സഖി എന്ന് പറഞ്ഞ ബാല്യകാല സഖിയുടെ മുമ്പിൽ ഒരു കവിത അവതരിപ്പിക്കാൻ എത്തുകയാണ് നമ്മുടെ ആദരണീയനായ കവി ശ്രീ മടവൂർ സുരേന്ദ്രൻ. അങ്ങനെ ക്ഷണിക്കുന്നു. മടവൂർ സുരേന്ദ്രൻ സാറുണ്ടോ അതിനകത്ത്? ഉണ്ടല്ലോ. ആ, അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടായി. നെറ്റ് പ്രോബ്ലം ഒന്നും അറിയില്ല. റെസ്പോണ്ട് ചെയ്യുന്നില്ല. വിളിച്ചു നോക്കണോ? അല്ല, ഇതായി, അൺമ്യൂട്ടായി. ആ, തുടങ്ങിയോളാം. തുടങ്ങാം. ഹലോ, കേൾക്കാം കേൾക്കാം. അമ്മ മലയാളത്തിൻ്റെ കവി, എൻ്റെ ജ്യേഷ്ഠ കവി കുരീപ്പുഴ ശ്രീ ഉമാർ സാർ, ആകാശവാണിയിലെ തിരുവനന്തപുരം നിലയത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രശസ്തനായ കവി മുഹത്തല ശ്രീ ഉമാർ സാർ, ഡോക്ടർ മനു മഞ്ജിത്ത്, ഷൈന കൈരളി, ഡോക്ടർ ഷീബ അജികുമാർ, ഡോക്ടർ സലീം കുമാർ, നന്ദി പ്രകാശിപ്പിക്കുന്ന മറിയാമ്മ ജോർജ് സാർ, പ്രിയപ്പെട്ട ഗോപകുമാർ സാർ, ലോക കാവ്യദിന പ്രത്യേക പരിപാടിയിൽ എന്നെ കവിത ചൊല്ലാൻ ക്ഷണിച്ച പ്രിയ കൂട്ടുകാരി ഡോക്ടർ ഷൈലയോടും IFPHൻ്റെ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കവിത അവതരിപ്പിക്കുകയാണ്. കവിതയുടെ പേര് നീയൊന്നടങ്ങൻ്റെ കോമളെ. അല്പം ഹാസ്യരസപ്രധാനമായ ഒരു കവിതയാണ്, പുതിയ കവിതയാണ്. നീയൊന്നടങ്ങൻ്റെ കോമളെ. നീയൊന്നടങ്ങൻ്റെ കോമളെ, നീയായിരുന്നെൻ്റെ എല്ലാം. കിനാവിൻ്റെ വല്ലിയിൽ ഊയലാടി എൻ്റെ കരളിനകത്തു നീ കുടിയിരുന്നു. കവിതയ്ക്കു താളമായി
സംഗീതമായി എൻ്റെ കാവ്യപ്പുരയിൽ കടന്നു വന്നു. ആരോടും പാടിടായീണത്തിൻ വീണയിൽ അനുപല്ലവിയായൊഴുകി വന്നു. അപ്സര കന്യ പോൽ ഓർമ്മതൻ തീരത്തൊരനവദ്യ സങ്കൽപ്പമായി നിറഞ്ഞു. അനുഭൂതി പൂക്കുന്ന താഴ്വര ഒന്നാകെ അസുലഭ നിർവൃതി നീ നിറച്ചു. അനുഭവക്കെട്ടുകൾ ഓരോന്നഴിച്ചു നീ അകതാരിലാശകൾ പങ്കുവച്ചു. സിരകളിൽ കത്തിപ്പടരുന്ന ദാഹങ്ങൾ ചിരകാല പ്രേമത്തിൻ ചിമിഴിലാക്കി. സിരകളിൽ കത്തിപ്പടരുന്ന ദാഹങ്ങൾ ചിരകാല പ്രേമത്തിൻ ചിമിഴിലാക്കി. പുഞ്ചിരിപ്പൂവിതൾ ചുണ്ടുകളിൽ മധുരത്തേൻകനിയൊന്നു കടിച്ചു തിന്നു. കരിനീല പൂങ്കുഴൽ മാടി ഒതുക്ക് നീ കവിളത്ത് മന്ദമായും അവച്ചും. കരിനീല പൂങ്കുഴൽ മാടി ഒതുക്കി നീ കവിളത്തു മന്ദമായും അവച്ചും. കുളിരലമേയും തനുവിൽ തണുപ്പിൻ്റെ വിരൽ മുന നീട്ടി പുളകമേകി. പരിതപിച്ചെത്തുന്ന നിശ്വാസവായുവാൽ ചുടുചുംബനങ്ങൾ പകുത്തു തന്നും. പരിദേവനങ്ങൾ പറഞ്ഞുകൊണ്ടങ്ങനെ പരിതപിച്ചാലസ്യവാക്കുരച്ചും. മടിയിൽ കിടന്നെൻ്റെ മിഴികളിൽ നോക്കിയും നനവാർന്ന ഹർഷത്തിൻ പൊന്നലകൾ. മടിയിൽ കിടന്നെൻ്റെ മിഴികളിൽ നോക്കിയും ഹർഷത്തിൻ പറയുമ്പോൾ നീയൊന്നടങ്ങന്റെ കോമളെ. മിന്നാമിനുങ്ങായി മിന്നി മറയുമ്പോൾ നീയൊന്നടങ്ങന്റെ കോമളെ. നീയായിരുന്നെൻ്റെ എല്ലാം, നീ തന്നെ ഇന്നെൻ്റെ എല്ലാം. നീയൊന്നടങ്ങന്റെ കോമളെ, നീയായിരുന്നെൻ്റെ എല്ലാം, നീ തന്നെ ഇന്നെൻ്റെ എല്ലാം, നീ തന്നെ ഇന്നെൻ്റെ എല്ലാം. നന്ദി, നമസ്കാരം സാർ. വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഹാസ്യ കവിതകളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും അതുപോലെ ചെമ്മനം ചായകളെ കുറിച്ചും ഒക്കെ ആലോചിക്കേണ്ട. അതുപോലെ നീയൊന്നടങ്ങ് കമലാക്ഷി എന്ന് പറഞ്ഞൊരു റേഡിയോ നാടകം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ശ്രീകുമാർ സാർ ഓർമ്മയുണ്ട? വർഷങ്ങൾക്ക് മുമ്പ്. ആരാണെനിക്ക് ഓർമ്മയില്ല, കുട്ടിക്കാലത്ത് കേട്ടതാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് വളർന്നു വരുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ മനോജ് ഡോക്ടറെ. എന്തായാലും മടവൂർ സുരേന്ദ്രന് വളരെ സന്തോഷം. വിളിച്ച് നമ്മളെ കൂടെ എത്തി നല്ലൊരു കവിത ആലപിച്ചു. എപ്പോഴും നമ്മുടെ സ്കൂളിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ഗ്രൂപ്പ്. അതിലെപ്പോഴും ഓരോ അവാർഡുകളും സുരേന്ദ്രന് സ്വീകരണം കൊടുക്കുന്നതാണ് മിക്കവാറും അവർ കാണാറുള്ള. തിരക്കിനിടയിലും വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, ഒരു അധ്യാപിക കൂടിയായ ഷൈന ടീച്ചറെ, ശരിക്കും മലയാളം പഠിപ്പിക്കുന്ന ഭാഷകൾ പഠിപ്പിക്കാൻ എപ്പോഴും കവികളും എഴുത്തുകാരും തന്നെ വേണം. അതില്ലാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്കൂളിൽ ഒരു ഭാഗ്യമെന്ന് തോന്നുന്നു. അറിയപ്പെടുന്ന കവയത്രി കൂടിയ ഷൈന കൈരളി മാഡത്തെ ആദരവ് ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാം മാഡം. മ്യൂട്ടാണേ, മ്യൂട്ട് ചെയ്യണം. സർ കേൾക്കാവോ? കേൾക്കാം. ലോക കാവ്യ ദിനത്തില്
കവിത ചൊല്ലാൻ എന്നെ ക്ഷണിച്ച മനോജ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ കുരീപ്പുഴ ശ്രീകുമാർ സാർ, മുഖത്തല ശ്രീകുമാർ സാർ, എല്ലാവർക്കും, കൂടെയുള്ള എല്ലാ കവികൾക്കും നമസ്കാരം. എൻ്റെ ഒരു കവിതാ സമാഹാരമാണ് കുടിയിറക്കൽ. ആ കുടിയിറക്കൽ എന്ന കവിത തന്നെയാണ് ഞാൻ ചൊല്ലുന്നത്. കുടിയിറക്കൽ. കുടിയൊഴിയണം നീ നഗരത്തിൽ, ഗ്രാമത്തിൽ, നാട്ടുവഴികളിൽ നാളെ നീ കിനാവാവണം. പാണന്റെ നന്തുണിപ്പാട്ടായി, ബേടക്കുടിലിലെ രാപ്പാടിതൻ പാട്ടായി, നീ പഴമയിലൊരോർമ്മ മാത്രം. പുഴയിലെ കൽപ്പടവിൽ, തൊടിയിൽ, ആറ്റിറമ്പിൽ, അങ്ങാടിയിൽ, നാൽക്കവലയിൽ, പാടവരമ്പിൽ, തെരുവിൽ, നഗരവീഥിയിൽ നിന്നിഴൽ വീഴരുത്. അഗ്രഹാരത്തെരുവുകളിൽ വിളക്കുവച്ച് നിനക്കന്നമൊരുക്കി ശ്രാദ്ധമൂട്ടി വിശുദ്ധനായി വാഴിക്കും. പുലപ്പേടിയും മണ്ണാപ്പേടിയും ഇനി വേണ്ട, പ്രണയകുടീരങ്ങൾ ശവപ്പറമ്പുകളാവൺ. പ്രണയമില്ലാ കാമനകൾ വിഷരക്തം തുപ്പി അരിഞ്ഞെറിയണം തന്നുകളെ. വേടമാടങ്ങളിൽ സംഹാര നടനമാടണം. കുടിയൊഴിയണം നീ, നിന്റെ പ്രപിതാമഹന്മാരും കുടിയൊഴിയണം. ബലിപ്പക്ഷികൾ കന്നം കൊടുക്കണം, ബലിയായി നീ മാറണം. സൈരന്ധ്രികളെ ഒരുക്കി നിർത്തി ഋതുക്കളെ കാത്തിരുന്നു മടുക്കണം. തെരുവോര രാത്രി സഞ്ചയങ്ങൾ ഇനി വേണ്ട, നഗരപാലകരുത്തുങ്കാജാനുബാഹുക്കൾ നാടുഭരിക്കും. പുത്തനറവുശാലകൾ പണിതു തീർത്തതിൽ കറുത്ത പ്രണയത്തിൻ അവശിഷ്ടങ്ങൾ ഉണർത്തി നീ കുടിയൊഴിയണം. കാട്ടുമലർത്തേനിൽ സമതഗന്ധം നിറച്ച് മുരളുന്ന ഗർജനമടകളിൽ നിന്ന് വലിച്ചൂരുക നിന്റെ ശിരസ്. തിരിഞ്ഞു നോക്കാതെ, നെടുവീർപ്പിടാതെ, ബിണ്ടപാടത്തിന്റെ നെഞ്ചിലെ മുറിവുണക്കാതെ, പായുക രുദ്രാക്ഷമാലകളെണ്ണി ആശ്രമപ്രാന്തങ്ങളിൽ അലഞ്ഞുതിരിയും ഭിക്ഷാം ദേഹികളല്ല നിങ്ങൾ. പോവുക പാതാളം തേടിയലയുക. വിശ്വപ്രണയത്തെ വിഷച്ചൂരുകൊണ്ടു ചുംബിച്ച് ഞങ്ങളുടെ അധരങ്ങളെ മെരുക്കട്ടെ. കർപ്പൂരാഗ്നികൾ വഴിനീളെ കനൽ ചന്തം പരത്തട്ടെ. കാവി പുതച്ച് രുദ്രാക്ഷമെണ്ണി ഇന്ദ്രജാല വിദ്യകൾ കൊണ്ട് നാളത്തെ ഇരയെ കോർത്തെടുക്കണം. നാവരിഞ്ഞ് ചിറകരിഞ്ഞ് കുടിയിരുത്തണം. അധികാര വിഭൂതി അണിഞ്ഞ് മന്ദഹസിച്ച് ഓരോ ശിരസിലും കുരിശുകൾ നാട്ടണം. ഇന്നത്തെ നാളത്തെ ഇന്നലത്തെ സങ്കല്പങ്ങൾ വെവ്വേറെ മാറ്റിപ്പറഞ്ഞ് ദർപ്പണത്തിനെതിരായി നിന്ന് കൈകൊട്ടിച്ചിരിച്ച് ശിലാശാസനങ്ങൾ കുറിക്കണം. കടൽ പക്ഷികളെ കണ്ട് മണൽക്കാറ്റിൽ വൃദ്ധിക്ഷയങ്ങൾ എഴുതാം. ഒടുവിൽ പനിച്ചെത്തും കനൽ ചൂടിൽ ബന്ധുമരിക്കാം. മതവൈരങ്ങൾ വിഷം തുപ്പും സംഗ്രാമ തീരങ്ങളിൽ ഉറഞ്ഞു തുള്ളിപ്പിടഞ്ഞു വീഴാം. കുടിയൊഴിയണം നീ, നിന്റെ മക്കൾ പൂർവികർ അല്ലെങ്കിൽ നിനക്ക് തടങ്കൽ പാളയങ്ങൾ, കാൽച്ചങ്ങലകൾ. ഇനി രക്തം കനച്ചു തുപ്പി സർഗവിശപ്പുകളെരിഞ്ഞ് അക്ഷരാഗ്നികൾ കത്തിക്കരിഞ്ഞ് അന്ധകാരത്തിൽ അഭയമിരക്കാം. പാതയോരത്തു പിടഞ്ഞു വീഴാം.
പിഞ്ചുകാലിൻ ചോരത്തുടിപ്പിൽ മുത്തമിട്ട് ആർഷ പൈതൃകമോതിടാം. തിരികെ വിളിക്കുക മണ്ണിൻ മക്കളെ, മാനവ സംസ്കൃതി ഉണരട്ടെ ഓരോ പുൽനാമ്പിലും മണൽത്തരിയിലും. തിരികെ വിളിക്കുക മണ്ണിൻ മക്കളെ, മാനവ സംസ്കൃതി ഉണരട്ടെ ഓരോ പുൽനാമ്പിലും മണൽത്തരിയിലും. നന്ദി. നന്ദി ഷൈന ടീച്ചറെ. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകതകളുണ്ട്. ഈ കുടിയിറക്കം എന്ന് പറയുമ്പോൾ ഒരു മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് AK ഗോപ AKG ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ചരമദിനം കൂടിയാണ്. സ്വാഭാവികമായി എങ്ങനെ യാദൃച്ഛികമായിട്ടായിരിക്കും സംഭവിച്ചത്. എന്തായാലും അതുകൂടി ഓർമ്മിപ്പിച്ച് വളരെ നന്ദി. നമുക്ക് അടുത്തതായിട്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് അഭിമാനം കൂടിയായ ഡോക്ടർ ഷീവ പ്രജീവകുമാറിനെ ആദരവ് ക്ഷണിക്കുന്നു. അടുത്ത കാലത്തായിട്ട് 100 കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് 77 കവികളുടെ അതൊരു മോണ്യുമെന്റൽ വർക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. ഡോക്ടർ ഷീബ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാർ, ശ്രീ മുഖത്തല ശ്രീകുമാർ സാർ, ഞാൻ സാറിനെ ആദ്യമായിട്ടാണ് ഒരു മീറ്റിംഗിൽ കാണുന്നത്. സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്, കണ്ടതിന് വളരെ സന്തോഷം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മനു മഞ്ജിത്, ശ്രീ മടവൂർ സുരേന്ദ്രൻ, ശ്രീമതി ഷൈന കൈരളി, AFPHന്റെ എല്ലാ പ്രിയപ്പെട്ട കേൾവിക്കാർക്കും സാരഥികൾക്കും നമസ്കാരം. ഞാൻ ഒരു ചെറിയ കവിത ചൊല്ലുന്നത്. മുറികൂട്ടി പച്ച എന്നാണ് ആ കവിതയുടെ പേര്. അപ്പൊ മുറികൂട്ടി പച്ച എന്താണെന്ന് കുറച്ചൊക്കെ പേർക്കെങ്കിലും അറിയാമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. പണ്ടൊക്കെ നമ്മൾ കുട്ടികളായിരുന്നപ്പം മുറിവുകൾ പറ്റുമ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ലോക്കലായിട്ടുള്ള ചില ചികിത്സകളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും നൊസ്റ്റാൾജിക് ഓർമ്മകളിൽ ചില പച്ചിലകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ കവിതയെ കുറിച്ച് പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ ചോദിക്കാറുള്ളത് കമ്മ്യൂണിസ്റ്റ് പച്ചയാണോ ഡോക്ടർ ഉദ്ദേശിച്ചതെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച അല്ല. കമ്മ്യൂണിസ്റ്റ് പച്ചയും ഈ പറഞ്ഞ പോലത്തെ തന്നെ പല വൈദ്യ പരിപാടികൾക്കും നമ്മൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ മുറികൂട്ടി പച്ച എന്ന് പറയുന്നത് വയലറ്റ് നിറത്തിലുള്ള ഒരു ചെറിയ ചെടിയാണ്. അപ്പൊ എന്റെ മനസ്സിലൊരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ് ഈ ചെടി. അപ്പൊ ചിലപ്പോഴൊക്കെ സങ്കടം വരുമ്പോൾ മുറിവ് ഉണക്കാൻ പറ്റുന്ന ചില മനുഷ്യരെ പോലെ തന്നെ മുറിവ് ഉണക്കാൻ പറ്റുന്ന ചില ഓർമ്മകളും നമ്മൾ തേടി വരും. അതിലൊന്നാണ് ചിലപ്പോഴെങ്കിലും ഒക്കെ ഈ ചെടി. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം ഹൈലി നൊസ്റ്റാൾജിക് ആയ സമയത്ത് അറിയാതെ എഴുതിപ്പോയ ഒരു കവിതയാണ് മുറികൂട്ടി പച്ച. ഞാൻ വലിയൊരു ചൊല്ലലുകാരിയല്ല, എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ കവിത ചൊല്ലണം എന്ന് ആഗ്രഹിച്ചു. മുറികൂട്ടി പച്ച. പച്ചില തണ്ടേ മുറിഞ്ഞൊരുള്ളിൻ നീറ്റലിലിത്തിരി നീർച്ചുരത്തു, കൽപ്പറമ്പോടിയുരഞ്ഞ മുട്ടിൻ നൊമ്പരം പണ്ടു നീ ആറ്റിയ പോൽ. പച്ചില തണ്ടേ മുറിഞ്ഞൊരുള്ളിൻ നീറ്റലിലിത്തിരി നീർച്ചുരത്തു, കൽപ്പറമ്പോടിയുരഞ്ഞ മുട്ടിൻ നൊമ്പരം പണ്ടു നീ ആറ്റിയ പോൽ. കുഞ്ഞരിപ്പല്ലിനു വെണ്മയേകാൻ വെമ്പൂമുമിക്കരിക്കൂട്ടുപോലെ, നാവുളുക്കാതെ വാക്കുച്ചരിക്കാൻ നീട്ടിയ പച്ചീർക്കിൽ കീറുപോലെ. കൺകളെറിഞ്ഞു ചുമന്നു നീറേ അൻപിൻ മുലപ്പാൽ ചുരന്ന പോലെ, കൊച്ചുകാലത്തിൻ തൊടി വളപ്പിൽ അച്ഛനും അമ്മയും എന്ന പോലെ. കൂക്കുവിളിയും കുറുമ്പുമായി മുറ്റം കടന്നോടിയെത്തിടുമ്പോൾ, ആവലാതിക്കും വിതുമ്പലിനും കാതോർത്തു നിൽക്കും കരുതലായി. പൊട്ടക്കിണറ്റിന്റെ വക്കുതോറും മുറ്റിത്തഴച്ചു വളർന്നു നിൽക്കും പച്ചിലക്കാടിനിടയ്ക്കു നിന്നും തൊട്ടു നീ നീക്കിയൻ സങ്കടങ്ങൾ. കാലം കടക്കെ മുറിവിനാഴം നീറും തൊലിപ്പുറം വിട്ടു താഴ്ന്നു, ഉപ്പുതേച്ചെന്നെ വരഞ്ഞു വെച്ചു ദുഃഖകാലത്തിന്റെ മുൾമുനകൾ. കള്ളനെ പോലെ പതുങ്ങി വന്നെൻ ജാലക കീഴിലൊളിച്ചു നിന്ന്, പെട്ടെന്നു പാളി തുറന്നു കണ്ണീർ കുമ്മേളെറിഞ്ഞു ചിരിച്ചു കാലം. നാവിൽ വയമ്പായലിഞ്ഞു തീർന്ന നഷ്ടബാല്യത്തിൻ കരൾ തുടിപ്പേ, പൊട്ടിയ ഹൃത്തിന്റെ തുണ്ടുമായി
എത്തി നിൽക്കുന്നിതാ നിന്റെ മുന്നിൽ. അറ്റമകന്നു തുറന്ന നോവിൻ ഗഹ്വരമായി ഞാൻ ചോരവാർക്കെ നിന്നില കൈകളുണക്കിയേക്കാം അന്തമില്ലാത്ത ക്ഷതങ്ങളെല്ലാം. കാത്തിരിപ്പിന്റെ കിനാവിലേറി കാലങ്ങൾ പിന്നിലേക്കോടി മാറി. സഞ്ചിയിലോർമ്മകൾ മാത്രമായി സഞ്ചാരി ഞാൻ തിരിച്ചെത്തിടുമ്പോൾ. കാത്തിരിപ്പിന്റെ കിനാവിലേറി കാലങ്ങൾ പിന്നിലേക്കോടി മാറി. സഞ്ചിയിലോർമ്മകൾ മാത്രമായി സഞ്ചാരി ഞാൻ തിരിച്ചെത്തിടുമ്പോൾ. പൊട്ടക്കിണറു നികന്നുവെന്നോ പച്ചിലക്കാടു കരിഞ്ഞുവെന്നോ പൊട്ടിയ സ്ലേറ്റിൽ പതിഞ്ഞു പോയോരക്ഷരത്തെറ്റുപോൽ നിൽക്കയോ ഞാൻ. പൊട്ടക്കിണറു നികന്നുവെന്നോ പച്ചിലക്കാടു കരിഞ്ഞുവെന്നോ പൊട്ടിയ സ്ലേറ്റിൽ പതിഞ്ഞു പോയോരക്ഷരത്തെറ്റുപോൽ നിൽക്കയോ ഞാൻ. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. ദേവരാജൻ മാഷ് ചില പാട്ട് പാടുമ്പോൾ കേൾക്കാൻ ഒരു സുഖമുണ്ട്. എന്ന് പറഞ്ഞ പോലെ കവിത എഴുതുന്ന ഒരു കവിത ചൊല്ലുമ്പോൾ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പാടാൻ കഴിയുന്നത്. നമ്മൾ കാളിദാസനെ പറ്റി പറയുകയുണ്ടായി. അപ്പൊ രാജാവിന്റെ സദസ്സിൽ ഒരു സമസ്യ കിട്ടി, ഖ ഗ ഖ. അപ്പൊ എന്താണ്, കാളിദാസൻ അലഞ്ഞു കിടക്കുകയാണ്, ഇതിന് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കും. അപ്പോഴാണ് ഒരു പെൺകുട്ടി നടന്നു വരുന്ന കാളിദാസൻ കൊണ്ട് അതിന്റെ കയ്യിൽ ഒരു ചെറിയ താളിയോല ഗ്രന്ഥം, കാത്തോം ബാലെ കാഞ്ചന ബാല തസ്യാപുത്രി കനകലതായ കീവാഹസ്തെ താളിയപത്ര കാവസ്തെ കാ ഖ ഗ ഖ. അപ്പൊ കുട്ടി നീ ആരാണ്? കാഞ്ചനമാല ആണ്. കാത്തും ബാലെ കാഞ്ചന കസ്യ ആരുടെ പുത്രിയാണ്? കനകലതയാണ്. കയ്യിലെന്താണ്? താളിയപത്ര. അതിലെന്താണ് അക്ഷരങ്ങൾ? കാ ഖ ഗ എന്ന് പറഞ്ഞത് വീണ് കിട്ടും. പലപ്പോഴും കവിതകളും രാജാക്കന്മാരുടെ പ്രോത്സാഹനം കവികൾക്ക് പ്രധാനമാണ്. ഇപ്പൊ രാജാക്കന്മാരെങ്കിലും കേൾക്കാൻ നമ്മളെ പോലുള്ള ആൾക്കാരുണ്ട്, സാമൂഹ്യ മണ്ഡലം, സോഷ്യൽ മീഡിയ ഉണ്ട്. തീർച്ചയായിട്ടും കവിക്ക് നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഹോമിയോപ്പതി ഡോക്ടർ, വളരെ ഒരു ബുദ്ധിജീവിയും വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരാളുമായ സലിംമ ഡോക്ടറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പല ഡോക്ടർമാരും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതിന് ഞാൻ ഒരു കഥാരൂപ അല്ലെങ്കിൽ ഒരു കവിതാരൂപത്തിൽ ആക്കി കുറച്ച് നിറം പിടിപ്പിച്ചു, കുറേയധികം നിറങ്ങളെടുത്ത് കളഞ്ഞു. ഞാൻ അനുഭവിച്ച ആ വേദനയുടെ 10-1 ഇതിലെ നായകൻ അനുഭവിക്കുന്നുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. പലരും ഈ അവസ്ഥയിലൂടെ കടന്നുപോയി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സഹോദരൻ്റെ ഒരു മരണം കഴിഞ്ഞിട്ടുണ്ടാക്കിയ ഒരു ഇതാണ് മാമ്പഴം പൊഴിയുമ്പോൾ, കവിതയുടെ പേര്. വേനൽ വരുമ്പോൾ മാമ്പഴമെത്തുമ്പോൾ ഏട്ടനും എന്നടുത്തോടിയെത്തും. വിദ്യാലയത്തിൻ്റെ തൊല്ലയൊഴിഞ്ഞു ഞാൻ നാടേറി കാടേറി നട തുടങ്ങും. അവധിയില്ലെങ്കിലും കള്ളം പറഞ്ഞേട്ടൻ എന്നോട് കൂടുവാനോടിയെത്തും. അവധിയില്ലെങ്കിലും കള്ളം പറഞ്ഞേട്ടൻ എന്നോട് കൂടുവാനോടിയെത്തും. മീനെ പിടിക്കുവാൻ ഇരകളും ചൂണ്ടയും മാങ്ങകൾ തിന്നുവാൻ ഉപ്പും മുളകും. ദിപ്പ വരാമെന്ന വാക്കുമാത്രം ചൊല്ലി വീട്ടിൽ നിന്നെന്നും പുറത്തു ചാടും. മാവിൻ ചുവട്ടിലായി ആറ്റിൻ കരയിലായി അച്ഛനെത്തും വരെ കൂട്ടുകൂടും. ചൂണ്ട പിടിക്കുവാൻ ഞാൻ ശ്രമിച്ചിടുമ്പോൾ മാങ്ങ എറിയുവാൻ വടിയൊന്നെടുക്കുമ്പോൾ ഓടി വന്നേട്ടൻ വിലക്കും. ഉണ്ണി നിനക്കറിയില്ല നീ കുട്ടിയാണ്. ഓടി വന്നേട്ടൻ വിലക്കും. ഉണ്ണി നിനക്കറിയില്ല നീ കുട്ടിയാണ്. കാലം കടന്നുപോയി, ഞാനും വളർന്നുപോയി, ഒക്കവും ഏട്ടൻ്റെ ഒപ്പമായി. എന്തെടുക്കുമ്പോഴും ഏട്ടൻ്റെ ശാസന, നിനക്കറിയില്ല നീ കുട്ടിയാണ്. ഒന്നുമേ ചെയ്യാതെ ഞാനിരുന്നാലച്ഛൻ എന്നെ വിളിക്കും നീ മടിയനാണ്. എന്തെങ്കിലും അല്പം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏട്ടൻ വിലക്കും നീ കുട്ടിയാണ്.
കാലിക്ക് തീറ്റ കൊടുക്കുവാൻ പോകുമ്പോൾ, കടയിലേക്കൊന്നു പോകുമ്പോൾ, അപ്പോഴും ഏട്ടൻ തിരിച്ചയക്കും ചൊല്ലും, നിനക്കറിയില്ല നീ കുട്ടിയാണ്. അപ്പോഴും ഏട്ടൻ തിരിച്ചയക്കും ചൊല്ലും, നിനക്കറിയില്ല നീ കുട്ടിയാണ്. നാളുകൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, പലകുറി പലതും കടന്നുപോയി. ഏട്ടനും ഞാനും കുടുംബസ്ഥരായി, ഭവനസ്ഥലങ്ങളും ദൂരെയായി. എങ്കിലും ഏട്ടൻ ഉറങ്ങുന്നതിന് മുൻപായി കൃത്യമായി എന്നെ വിളിച്ചിരിക്കും. അറിയാതെ എനിക്കൊരു ചുമ വന്നു പോയാൽ, അറിയാതെ ഒരു തുമ്മൽ വന്നാൽ, ഉടനെത്തും ഏട്ടന്റെ അത്യുഗ്രൻ ശാസനം, നീ സ്വയം ചികിത്സിക്ക വേണ്ട. പിന്നെ പിറകെ അടുത്ത ശാസന വരും, മൂത്ത ഡോക്ടർമാരെ കാണാൻ. എനിക്കൊന്നുറങ്ങുവാൻ ദിനവും കഴിക്കണം ഏട്ടന്റെ ശാസന ഗുളിക. എനിക്കൊന്നുറങ്ങുവാൻ ദിനവും കഴിക്കണം ഏട്ടന്റെ ശാസന ഗുളിക. നാട്ടിലെ കാവിലെ ഉത്സവം വന്നു, ഞാൻ ഏട്ടനെ കാണുവാൻ ചെന്നു. ഉമ്മറക്കോലായിൽ ചാരുകസേരയിൽ ഏട്ടൻ കിടക്കുന്നു വേറൊരാളായി. എന്നെ ശാസിക്കുമ്പോൾ കാണുന്ന ഉന്മേഷം ഏട്ടന്റെ ദേഹത്തു കണ്ടില്ല ഞാൻ. കാണുമ്പോൾ തന്നെ പ്രകാശം വിടർത്തുന്ന ചിരിയൊന്നും ഏട്ടനിൽ കണ്ടില്ല ഞാൻ. എന്മുഖം കാൺകെ തിളങ്ങുമാ കൺകളിൽ മെഴുതിരി പോലും തെളിഞ്ഞതില്ല. എന്മുഖം കാൺകെ തിളങ്ങുമാ കൺകളിൽ മെഴുതിരി പോലും തെളിഞ്ഞതില്ല. കണ്ണുകളിൽ നോക്കി, നാവിന്മേൽ നോക്കി, ഉദരത്തിൽ ഒന്നാകെ വിരലമർത്തി. ഏട്ടൻ വിലക്കിയതൊന്നുമേ കേൾക്കാതെ ഞാനൊരു ഡോക്ടറായി മാറി. അടുത്ത ദിനം തന്നെ ആസ്പത്രിയിൽ പോകണം, പരിശോധനകൾ നടത്തിയിടണം എന്നു ഞാൻ ചൊല്ലി. ഏട്ടന്റെ മറുപടി, അവയെല്ലാം നിൻ വെറും തോന്നലാണ്. ഏട്ടന്റെ മറുപടി, അവയെല്ലാം നിൻ വെറും തോന്നലാണ്. ചെറിയൊരു പനി വന്നു പോയതാണ്, നിനക്കറിയില്ല നീ കുട്ടിയാണ്. ഏട്ടാ, ഞാൻ വലുതായി ഡോക്ടറായി, ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കൂ. തിരികെ ഞാൻ പോന്നു. രാത്രികളിൽ വീണ്ടും ഏട്ടന്റെ ഫോൺ വിളി വന്നു. ഏട്ടന്റെ ശബ്ദത്തിനെന്തേ പതർച്ച, അത് വെറും ജലദോഷമാണ്. എന്നോട് മിണ്ടുമ്പോൾ എന്തേ കിതയ്ക്കുന്നു, നടന്നാൽ കിതയ്ക്കില്ലേ ഉണ്ണി. ഏട്ടൻ വിളിക്കാതെയായി, ഞാനും ഉറങ്ങാതെയായി. വിളിക്കാത്തതെന്തെന്ന ചോദ്യത്തിനുത്തരം, നീ വീട്ടിലെത്തുമ്പോൾ ഞാൻ ഉറങ്ങും. ഒരു ദിനം സന്ധ്യയ്ക്ക് ഏട്ടന്റെ വിളി വന്നു, നാളെ നീ ഇവിടേക്കു വരണം. ആദ്യമായി ഏട്ടൻ ഒരാവശ്യം പറയുന്നു, പിറ്റേന്നു തന്നെ ഞാൻ ചെന്നു. ആദ്യമായി ഏട്ടൻ ഒരാവശ്യം പറയുന്നു, പിറ്റേന്നു തന്നെ ഞാൻ ചെന്നു. ബന്ധുക്കൾ പലരും ആ വീട്ടിലുണ്ട്, എല്ലാവർക്കും എന്നോട് പുച്ഛം. ബന്ധുക്കൾ പലരും ആ വീട്ടിലുണ്ട്, എല്ലാവർക്കും എന്നോട് പുച്ഛം. കാര്യമറിയാതെ, കഥയുമറിയാതെ ഏട്ടന്റെ മുറിയിൽ ഞാൻ ചെന്നു. ആരുമേ എന്നോടുരിയാടിയില്ല, എല്ലാരും മുഖം തിരിക്കുന്നു. ആരുമേ എന്നോടുരിയാടിയില്ല, എല്ലാരും മുഖം തിരിക്കുന്നു. വലിയൊരു ഡോക്ടറാണത്രേ, എന്നിട്ട് കുടുംബത്തിൽ ഗുണമൊട്ടുമില്ല. വലിയൊരു ഡോക്ടറാണത്രേ, എന്നിട്ട് കുടുംബത്തിൽ ഗുണമൊട്ടുമില്ല. ഏട്ടൻ കുഴഞ്ഞു വീഴുന്നു, ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നു. ഒന്നുമേ ചെയ്യുവാനില്ലിനി എന്നോതി ഡോക്ടർ മടക്കി വിട്ടത്രേ. ഡോക്ടറെ കണ്ടെന്നും ആസ്പത്രി പോയെന്നും പരിശോധനകൾ നടത്തിയെന്നും കുഴപ്പങ്ങളില്ലെന്നും ആരോഗ്യമുണ്ടെന്നും ചൊന്നതെല്ലാം കള്ളമായിരുന്നു. കുഴപ്പങ്ങളില്ലെന്നും ആരോഗ്യമുണ്ടെന്നും ചൊന്നതെല്ലാം കള്ളമായിരുന്നു. കട്ടിലിൽ ചേട്ടൻ ചാരിക്കിടക്കുന്നു, ചുറ്റിനും പലരും നിൽക്കുന്നു. മെല്ലെ ഞാൻ കട്ടിലിൽ ചെന്നിരുന്നു, ഏട്ടനൊന്നടിമുടി എന്നെ നോക്കി. മെല്ലെ ഞാൻ കട്ടിലിൽ ചെന്നിരുന്നു, ഏട്ടനൊന്നടിമുടി എന്നെ നോക്കി. ഒരു വാക്കുപോലും പറയാൻ ശ്രമിക്കാതെ, ഒന്നെൻ്റെ കൈ പിടിക്കാതെ. ഒരു വാക്കുപോലും പറയാൻ ശ്രമിക്കാതെ, ഒന്നെൻ്റെ കൈ പിടിക്കാതെ. ഒരു ചിരി മാത്രം മുഖത്തു വിടർത്തിയൻ
ഏട്ടനെന്നകലേക്കു പോയി. ഒരു ചിരി മാത്രം മുഖത്തു വിടർത്തിയൻ ഏട്ടനെന്നകലേക്കു പോയി. ബന്ധുക്കൾ പലതും മുറുമുറുക്കുന്നു, ചിലരതുച്ചത്തിലാക്കുന്നു. ബന്ധുക്കൾ പലതും മുറുമുറുക്കുന്നു, ചിലരതുച്ചത്തിലാക്കുന്നു. പെട്ടെന്ന് പൊട്ടിയ സങ്കടത്താലെന്ന് ചേട്ടനോടായി ഞാൻ ചൊല്ലി. പെട്ടെന്ന് പൊട്ടിയ സങ്കടത്താലെന്ന് ചേട്ടനോടായി ഞാൻ ചൊല്ലി. ഇവരോടേട്ടാ ഇനിയെങ്കിലും ചൊല്ലൂ, ഇവരോടേട്ടാ ഇനിയെങ്കിലും ചൊല്ലൂ, എനിക്കൊന്നും അറിയില്ല ഞാൻ കുട്ടിയാണ്. ഇവരോടേട്ടാ ഇനിയെങ്കിലും ചൊല്ലൂ, എനിക്കൊന്നും അറിയില്ല ഞാൻ കുട്ടിയാണ്. എനിക്കൊന്നും അറിയില്ല ഞാൻ കുട്ടിയാണ്. എനിക്കൊന്നും അറിയില്ല ഞാൻ കുട്ടിയാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഡോക്ടറുടെ കവി ഇങ്ങനെ പുറത്തു വന്നു. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൾക്ക് ശക്തിയിലേക്ക് നമുക്ക് പരിപാടി അവസാന സമയമായി. നന്ദി പറയാനായി മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. IFPH നടത്തിയ ലോക കാവ്യ ദിനം പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഉറ്റ ഡോക്ടർ എന്ന കവിത ആലപിക്കുകയും ചെയ്ത കൊല്ലത്തിന്റെ ശ്രദ്ധേയനായ കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാറിന് IFPHന്റെയും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. കവിയരങ്ങിൽ പങ്കെടുത്ത് ഒറ്റ എന്ന കവിത ആലപിച്ച ആകാശവാണിയുടെ അഭിമാനമായ ശ്രീ ശ്രീകുമാർ മുഖത്തല സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ചെസ് എന്ന കവിത ആലപിച്ച ഗാനരചയിതാവും ഹോമിയോപ്പതി ഡോക്ടറും കൂടിയായ മനു മഞ്ജിത്ത് ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നീ ഒന്ന് അടങ്ങന്റെ കോമളെ എന്ന ഹാസ്യ കവിത ആലപിച്ച ശ്രീ മടവും സുരേന്ദ്രൻ സാറിന് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. കുടിയിറക്കൽ കവിതാ സമാഹാരത്തിലെ കുടിയിറക്കൽ എന്ന കവിത ആലപിച്ച കവയിത്രി അധ്യാപികയും കൂടിയായ ശ്രീമതി ഷൈന കരളിൻ മാഡത്തിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. മുറിവ് കൂട്ടിപ്പച്ച എന്ന കവിത ആലപിച്ച ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം കൂടിയായ ഷീബ രജികുമാർ ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് എഴുതി മാമ്പഴം പൊഴിയുമ്പോൾ എന്ന കവിത ആലപിച്ച IFPHന്റെ സ്വന്തം സലീംകുമാർ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈശ്വരഗാനം ആലപിച്ച ഡോക്ടർ ഗോപകുമാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കട്ടെ. ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഷൈല ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ പരിപാടിയുടെ മോഡറേറ്റർ കൂടിയായ മനോജ് ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ പ്രതിദിന സൂം വെബിനാറിന്റെ നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും, IFPHന്റെ ഭാരവാഹികൾക്കും, IFPHന്റെ ആരംഭത്തിലും തുടർ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ഹോമിയോപ്പതി സ്നേഹികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. IFPHന്റെ 1666 പ്രതിദിന സൂം വെബിനാറായ ഇന്നത്തെ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. എല്ലാറ്റിനും ഉപരിയായി ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കിയ ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ രണ്ടുപേരുടെ കാര്യം വിട്ടു. ഡോക്ടർ ഗോപകുമാർ, ഡോക്ടർ ഭാഗ്യലക്ഷ്മി, ഇവർ രണ്ടുമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഗസ്റ്റിനെ കൊണ്ടുവന്ന ആൾക്കാര്. അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ഒരു പുതിയൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അന്തരിച്ച ചലച്ചിത്രകാരന്റെ രചയിതാവ് കൂടിയായ കവി കൂടിയായ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. ഞായറാഴ്ച കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക. ശ്രീകുമാർ സാറിന് പ്രത്യേകം ക്ഷണിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കണം. നാളെ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.